അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് ഡ്രിങ്കുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് 1/2 ലിറ്റർ പാല് കാച്ചി തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇതിനായിട്ട് ആവശ്യമുള്ളത് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1/2 കപ്പ് വെള്ളവും ചേർത്ത് കലക്കി 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഞാനിവിടെ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ എടുത്ത അളവിനാണെങ്കിൽ നമുക്കൊരു 7-8 പേർക്ക് നന്നായിട്ട് കുടിക്കാനുള്ള ഡ്രിങ്ക് കിട്ടും. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ സാധനങ്ങളെല്ലാം നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ ആപ്പിളാണ് ഞാൻ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ചവ്വരി 2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. അതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാമും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ മാറ്റ് കൂട്ടാനായിട്ട് നല്ലൊരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതോട് ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. ഇപ്പോൾ മുഖ്യ കുട്ടികളും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത ഒരു പ്രകൃതമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല കൗതുകത്തോടെ കുടിച്ചോളും. വലിയവർക്കും കുട്ടികൾക്കും എല്ലാം കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.